വസിക്കുന്നവനേ, എൻ കൂടെ ഇരിക്കുന്നവനേ, ആരാധന. എന്നിൽ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എൻ കൂടെ ഇരിക്കുന്നവനേ, ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദേവാരൂപി, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദേവാരൂപി, അങ്ങേക്ക് ആരാധന. ദേവാത്മാവിൽ നിന്നും ആരാധന. ദേവാത്മാവിൽ നിന്നും ആരാധന. ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേത്തി കർത്താവേ, ഇപ്പോൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ ഹൃദയത്തിലേക്ക് ഇതാ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ, ഓരോ കുടുംബത്തിലേക്കും വരണമേ, ഓരോ സമൂഹത്തിലേക്കും വരണമേ, ഓരോ ജീവിതത്തിലേക്കും വരണമേ. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന. ദൈവാത്മാവിൽ നിന്നും ആരാധന. ഈശോയിലെ ഏറ്റവും പ്രിയ നിറഞ്ഞ മക്കളെ, കർത്താവിൻ്റെ വചനം പറയുന്നു, 42-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. നീർച്ചാല് തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എൻ്റെ മകളെ, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹവും ദൈവത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പും അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ കർത്താവ് കാണുന്നുണ്ട്. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, ഒടുങ്ങാത്ത ദാഹം, ഒടുങ്ങാത്ത വിശപ്പുമായി നീങ്ങുന്ന ഒരു സമൂഹമുണ്ട്. ഇന്ന് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ചിന്തിക്കുകയാണ്, ആരാണ് വിശുദ്ധർ, എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ വിജയ രഹസ്യമെന്ന് ആഴങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. മകളെ, നമ്മൾ പറയാറില്ലേ, ധനമുള്ളവനെ ധനികൻ എന്ന് നാം വിളിക്കുന്നു, കോടിയുള്ളവനെ കോടീശ്വരൻ എന്ന് വിളിക്കുന്നു, ലക്ഷങ്ങൾ ഉള്ളവനെ ലക്ഷപ്രഭു എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശുദ്ധിയുള്ളവനെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നു, പുണ്യങ്ങളുള്ളവനെ പുണ്യവാൻ എന്ന് വിളിക്കുന്നു. നമുക്കറിയാം, പാൽ വിതരണം ചെയ്യുന്നവനെ പാൽക്കാരൻ എന്നാണ് വിളിക്കുക, പത്രം വിതരണം ചെയ്യുന്നവനെ പത്രക്കാരൻ എന്നാണ് വിളിക്കുക. അങ്ങനെയെങ്കിൽ വിശുദ്ധി വിതരണം ചെയ്യുന്നവനെ വിശുദ്ധനെന്നും പുണ്യങ്ങൾ വിതരണം ചെയ്യുന്നവനെ പുണ്യവാൻ എന്നും നമ്മൾ വിളിക്കുന്നു. ശരിയാണത്, ശരിയാണ്. എൻ്റെ മക്കളെ, എൻ്റെ നോട്ടം കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ വികാരങ്ങൾ കൊണ്ട് പോലും മറ്റുള്ളവരിലേക്ക് വിശുദ്ധി വിതരണം ചെയ്യുന്നവനെയാണ് വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തെ തിരഞ്ഞെടുത്തവരാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. മരണശേഷം അത് സ്വീകരിക്കുന്നു. അവർ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ സ്നേഹിച്ചു, മനുഷ്യാത്മാക്കളെ സ്നേഹിച്ചു, സ്വന്തം ആത്മരക്ഷയെ സ്നേഹിച്ചു, നിത്യതയെ സ്നേഹിച്ചു. നിത്യരക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ ഹൃദയത്തിൽ അവർ സൂക്ഷിച്ചു, അതിനെ കാര്യമായി കരുതി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വാക്കുകളിലൂടെ,
പ്രവൃത്തികളിലൂടെ, എഴുത്തുകളിലൂടെ, വരകളിലൂടെ, കലാപരമായ കഴിവുകളിലൂടെ നാം സംപ്രേഷണം ചെയ്യുന്നത് വിശുദ്ധിയാണോ അശുദ്ധിയാണോ? വിശുദ്ധർ എന്നാൽ പാപം ചെയ്യാതെ ജീവിച്ചവരാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, പാപത്തിൽ വീണാൽ വീണതിനേക്കാൾ വളരെ വേഗത്തിൽ എഴുന്നേറ്റ് പുണ്യത്തിലൂടെ ഓടുന്നവരാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായോ? വിശുദ്ധന്മാർ എന്ന് പറയുന്നത് പാപത്തിൽ വീഴാത്തവരല്ല, മറിച്ച് പാപത്തിൽ വീണ് കഴിഞ്ഞാൽ വീണതിനേക്കാൾ വേഗത്തിൽ എഴുന്നേറ്റ് പുണ്യത്തിൻ്റെ വഴിയിലൂടെ ഓടിയവരാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധനായ ഡാൻ ബോത്ത് മദ്യത്തിൻ്റെ അടിമയായിരുന്നു, മദ്യപാനിയായിരുന്നു. വിശുദ്ധ ഫുക്കോൾട്ട് ജഡികമായ സുഖങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത മനുഷ്യനാണ്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ അവർ യേശുവിനെ കണ്ടുമുട്ടി. അവർ അനുതാപത്തോടെ കരയാൻ തുടങ്ങി. കണ്ണുനീരുകൊണ്ട് പാപങ്ങൾ കഴുകി മണിക്കൂറുകളോളം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് ശക്തി കൊടുത്തു. ലോക സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, മാനസാന്തരപ്പെടാൻ, ആത്മീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ശക്തിയും കൃപയും ദൈവമായ കർത്താവ് അവർക്ക് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു സാധാരണ മനുഷ്യൻ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ച് വാരിക്കൂട്ടുന്നത് പോലെ ഒരു വിശുദ്ധനായ മനുഷ്യൻ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ച് വാരി എല്ലാവർക്കും വിതരണം ചെയ്ത് പങ്കുവെച്ചു കൊടുക്കുകയാണ് വിശുദ്ധന്മാർ ചെയ്യുന്നത്. ആരെങ്കിലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, എന്താണ് യേശുവേ നീ എനിക്ക് സമ്മാനമായി തരിക? വിശുദ്ധന്മാർക്ക് ഈശോ കൊടുത്ത സമ്മാനമാണ് യേശുവിൻ്റെ ഹൃദയം, ദിവ്യകാരുണ്യം. ഈശോയുടെ സ്വപ്നങ്ങളും സ്വർഗീയമായ പദ്ധതികളും ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ ഈശോ തൻ്റെ ഹൃദയം വിശുദ്ധന്മാർക്ക് നൽകുകയാണ്. വിശുദ്ധർക്ക് ഈശോ ഹൃദയം നൽകി അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പിറകെ എല്ലാ വിശുദ്ധന്മാർ പോയത്, ദൈവത്തിൻ്റെ പിറകെ. ശ്രദ്ധിച്ചേ, അവർ വിശുദ്ധന്മാർ ദൈവാനുഗ്രഹത്തിൻ്റെ പിറകെ പോകാതെ ദൈവത്തിൻ്റെ പിറകെയാണ് അവർ പോയത്. ആത്മാവിന് മുറിവേൽക്കാതെ ശരീരത്തിൽ മുറിവുകൾ ഏറ്റുവാങ്ങുകയാണ്. അതിനുവേണ്ടി അവർ ഉപവസിക്കുന്നു, ജാഗരിക്കുന്നു, പരിഹാര പ്രവൃത്തികൾ ചെയ്യുന്നു, നന്മയിലേക്ക് അനുസ്യൂതം വളരുന്നു. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർക്കൊന്നും ശാരീരികമായ ലൗകികമായ സുഖങ്ങളുടെ പിറകെയല്ല അവർ പോയത്, ആത്മീയമായ നേട്ടങ്ങളുടെയും പിറകെയാണ് അവർ യാത്ര ചെയ്യുന്നത്. വിശുദ്ധനായ പാതിരെ പിയോ നടക്കുമ്പോഴും കിടക്കുമ്പോഴും അരയിൽ മുള്ളരഞ്ഞാണം കെട്ടുമായിരുന്നു അത്രേ. ചാട്ട കൊണ്ട്, ചമ്മട്ടി കൊണ്ട് തൻ്റെ ശരീരത്തെ പാപവാസനകളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സ്വയം പീഡിപ്പിക്കുമായിരുന്നു, ശരീരത്തെ നിയന്ത്രിക്കുമായിരുന്നു, ആത്മസംയമനത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാമല്ലോ, പക്ഷികളുടെ ചിറകിന് ഭാരം കൂടിയാൽ പറക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ പാപത്തിൻ്റെ ഭാരം ഹൃദയത്തിലുണ്ടായാൽ ആത്മീയമായി ഉയരുവാനോ വളരുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല. ആത്മാവിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നവരാണ് വിശുദ്ധന്മാർ. നമ്മളോ ആത്മാവിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും ഏറ്റെടുക്കുന്നവരാണ് വിശുദ്ധന്മാർ.
ദരിദ്രനെ സ്നേഹിക്കുക മാത്രമല്ല അവർ ചെയ്തത്, ദാരിദ്ര്യത്തെ സ്നേഹിതനായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. ഒരു ദരിദ്രനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, പക്ഷേ ദാരിദ്ര്യത്തെ സ്നേഹിതനായി സ്വീകരിച്ചവനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി പുണ്യവാൻ. പാപം ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയപ്പോഴും പാപം ചെയ്യാതെ പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ശ്രമിച്ചവരും വിജയം വരിച്ചവരുമാണ് ഓരോ വിശുദ്ധന്മാരും, ഓരോ രക്തസാക്ഷികളും. എന്ന് പറഞ്ഞാൽ വിശുദ്ധർ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ സ്നേഹിച്ചു, എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അനുകരിച്ചു, എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അനുസരിച്ചു, എല്ലാറ്റിനും ഉപരിയായി ഈശോയിൽ ആശ്രയിച്ചു, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിൻ്റെ മഹത്വം മാത്രം അവർ കൊതിച്ചു. പ്രിയ മക്കളെ, വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്ന് പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മായ ദൈവത്തെ അറിഞ്ഞുവോ, അന്നു മുതൽ മറ്റു കാര്യങ്ങൾക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി കൊടുത്ത വിശുദ്ധന്മാരുടെ കാര്യത്തിൽ ഈശോയ്ക്ക് പ്രത്യേകമായി താല്പര്യമുണ്ട്. ഈശോ അവരെ വിലമതിക്കുന്നു. അതുകൊണ്ടല്ലേ വിശുദ്ധർ കിടന്ന പായിയും വിശുദ്ധർ കിടന്ന കട്ടിലും അവർ ഉപയോഗിച്ച വസ്തുക്കളും സ്വർഗത്തിന് വിലപ്പെട്ടതാണ്, സ്വർഗത്തിന് വിലപ്പെട്ടതാണ്. കബറിടം നമ്മൾ വിലമതിക്കുന്നു, ആദരിക്കുന്നു, അസ്ഥികൾ സൂക്ഷിക്കുന്നു. ദൈവം സ്വർഗം വിശുദ്ധരെ ആദരിക്കുന്നത് പോലെ തന്നെ മനുഷ്യനും വിശുദ്ധരെ ആദരിക്കുന്നതിന് വേണ്ടി അവരിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ. നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മളൊന്ന് ചിന്തിക്കുക. എന്നെ വിശുദ്ധനാക്കാൻ ഈശോയ്ക്ക് സാധിക്കും. എന്നെ വിശുദ്ധിയിലെ വഴി നടത്താൻ ദൈവത്തിന് സാധിക്കും. വിശുദ്ധി വിതരണം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയ വിശുദ്ധന്മാരെ പോലെ, വിശുദ്ധകളെ പോലെ നമുക്കും ജീവിക്കാൻ കർത്താവ് ഉൾപ്രേരണ നൽകുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഹൃദയം നമ്മെ നോക്കി ത്രസിക്കുന്നുണ്ട്, നമ്മെ നോക്കി തുടിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, വിശുദ്ധന്മാരുടെ ആയുധം പ്രാർത്ഥനയായിരുന്നു, വിശുദ്ധരുടെ ആനന്ദം പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ടാണ് മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അവർ പോയിരിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ആരാധനാ വേളയിൽ നമ്മെ നോക്കി നിൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ആരാധനാ വേളയിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ, വ്യക്തിപരമായി ഒരു ഹൃദയത്തിൻ്റെ ഒരു മാറ്റം നടത്തുവാനായിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുക. ക്രൂശിൽ കിടക്കുന്ന, കുരിശിൽ കിടക്കുന്ന ക്രൂശിനെ കണ്ടുമുട്ടുവാൻ, ദിവ്യകാരുണ്യത്തിൽ ഇടയനായ യേശുവിനെ കണ്ടുമുട്ടുവാൻ, എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ നടക്കുന്ന യേശുവിനെ കണ്ടുമുട്ടുവാൻ, ദിവ്യകാരുണ്യനാഥനെ കണ്ടുമുട്ടുവാൻ നമുക്കെല്ലാവർക്കും ഒരു ആത്മീയമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ ഈ സമയം ഈശോ നമ്മെ സഹായിക്കട്ടെ. കരങ്ങൾ തുറന്ന് പിടിച്ച കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഈശോ ആത്മമണവാളനായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈശോയെ സ്നേഹിക്കാൻ മാത്രമായി ഒരുങ്ങി നിൽക്കുക. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ സക്രാരിയിൽ നിന്ന്, ഈ അൾത്താരിയിൽ നിന്ന് നീ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന നിന്റെ മുറിയിലേക്ക്, നിന്റെ ഇരിപ്പിടത്തിലേക്ക്, നീ കിടക്കുന്ന സ്ഥലത്തിലേക്ക്, നിന്റെ രോഗശൈലിയിലേക്ക് ഈശോ കടന്നു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വിശുദ്ധിയിൽ വളർത്താൻ, വിശുദ്ധനാക്കി തീർക്കുവാൻ ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാവരം കിട്ടിയ ഭാഷാവരത്തെ സ്തുതിക്കുക. തിരുവോസ്തിയിലേക്ക് നോക്കി സ്തുതിക്കുക. യേശുവേ, 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 യേശുവേ. വിശുദ്ധനാക്കും കാരുണ്യ
ചേർന്ന് പാടുക. അങ്ങേക്കെന്നെന്നും ആരാധന. എല്ലാവരും ചേർന്ന്. എന്നെ വിശുദ്ധനാക്കും കാരുണ്യമേ, എന്നെന്നും ആരാധന. അങ്ങേക്കെന്നെന്നും ആരാധന. വചനം പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. വിശുദ്ധന്മാരുടെ വാക്യമായിരുന്നു അത്. ഈശോയെ സ്നേഹിക്കാനും ഈശോയെ അനുസരിക്കാനും ഈശോയെ അനുഗമിക്കാനും ഈശോയിൽ ആശ്രയിക്കാനും ഈ വചനം അവരെ ശക്തിപ്പെടുത്തിയിരുന്നു. അത്യുന്നതനായ ദൈവത്തെ ആരൊക്കെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ അവർക്കൊക്കെ എല്ലാ നന്മകളും തരാനായിട്ട് ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് കാണുവാൻ നമുക്ക് വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നു തരാൻ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിയുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നു തരണമേ. എല്ലാം ചെയ്തു തരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കർത്താവിനെ പലപ്പോഴും മാറ്റി നിർത്തിയതിന് ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവേ, കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ചേ, സ്വരമുയർത്തി വിളിച്ചേ, ശക്തിയോടെ വിളിച്ചേ. യേശുവേ, വിശുദ്ധനാക്കും കാരുണ്യമേ, എന്നെന്നും ആരാധന. അങ്ങേക്കെന്നെന്നും ആരാധന. വചനം പറയുന്നു, തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നത് ഒരു കവചം തരാൻ വേണ്ടിയിട്ടാണ്, ഒരു പരിചയം തരാൻ വേണ്ടിയിട്ടാണ്. അനുദിന ജീവിത സാഹചര്യം നീ കഷ്ടപ്പെടുമ്പോൾ ഒരു കവചമായി കർത്താവ് നിൽക്കും. നമ്മെ എത്രയോ പ്രാവശ്യം യേശു മറച്ചു പിടിച്ചത് കൊണ്ടല്ലേ ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത്. യേശു നമുക്ക് പരിചയം തന്നുകൊണ്ടല്ലേ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കൃപകൾ കിട്ടുന്നത്. ഒരു പക്ഷേ മരണത്തിലൂടെ ആയിരിക്കാം, രോഗത്തിലൂടെ ആയിരിക്കാം, രക്തസാക്ഷിത്വത്തിലൂടെ ആയിരിക്കാം നമ്മൾ നീങ്ങുന്നത്. എന്നാൽ ഈശോ പറയുന്നു, ഞാൻ നിനക്ക് കവചമായിരിക്കും, ഞാൻ നിനക്ക് പരിചയമായിരിക്കും. രണ്ട് കരങ്ങൾ ഉയർത്താം. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, യുവജനങ്ങൾ പ്രാർത്ഥിക്കട്ടെ, മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, നന്ദി സ്തുതി, നന്ദി സ്തുതി, ആരാധന. യേശുവേ, വിശുദ്ധനാക്കും കാരുണ്യമേ, എന്നെന്നും ആരാധന. അങ്ങേക്കെന്നെന്നും ആരാധന. 138 സങ്കീർത്തനം 7 വാക്യം. കഷ്ടതയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. ഒരു പക്ഷേ ലോക സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ആരാ ശക്തി നൽകിയത്? മാനസിക സംഘട്ടനങ്ങളുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആരാ കൃപകൾ നൽകിയത്? ദിവ്യകാരുണ്യനാഥനല്ലേ? വിശുദ്ധരുടെ ശക്തി കേന്ദ്രമാണ് ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കഷ്ടതകൾ ഉണ്ടാകാം, കുടുംബത്തിന്റെ കഷ്ടതകൾ, അധ്വാനത്തിന്റെ കഷ്ടപ്പാടുകൾ, പഠനത്തിന്റെ കഷ്ടപ്പാടുകൾ, ജോലിയുടെ കഷ്ടപ്പാടുകൾ. എങ്കിലും കർത്താവ് നമ്മെ എപ്പോഴും പരിപാലിക്കും. രണ്ട് കരങ്ങൾ ഉയർത്താം. പരിപാലിക്കുന്നവനായ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തെന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധരെ, കർത്താവേ, വഴി നടത്തിയ സർവശക്തനായ ദൈവമേ, അഗതികളായ ഏഴകളായ ഞങ്ങളുടെ ജീവിതത്തിലേക്കും നീ കടന്നു വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, വിശുദ്ധനാക്കും കാരുണ്യമേ, എന്നെന്നും ആരാധന. അങ്ങേക്കെന്നെന്നും ആരാധന.
ആരും കാണാതെ പോയ നിന്റെ വിശുദ്ധമായ ജീവിതം, ആരും മനസ്സിലാക്കാതെ പോയ നിന്റെ കൊച്ചു ജീവിതം, ആരും കാര്യമായി കരുതാത്തതിനെ ദൈവം കാര്യമായി കരുതുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കണം. ആരും കാണാതെ പോയ നിന്റെ കൊച്ചു ജീവിതം, ആരും മനസ്സിലാക്കാതെ പോയ നിന്റെ ജീവിതത്തെ ദൈവം കാര്യമായി കരുതുന്നുണ്ട്. വിശുദ്ധിയിലേക്ക്, വിശുദ്ധരുടെ പദവിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തുന്നുണ്ട്. വചനം പറയുന്നു, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, ഗുരുഭൂതന്മാരിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, സഹോദരങ്ങളിൽ കിട്ടാത്ത സ്നേഹം, അനേകരെ പിടിച്ചു നിർത്തിയത് യേശുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പദവിയിലേക്കാണ് നമ്മെ ഉയർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഞങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. യേശുവേ വിശുദ്ധനാക്കും കാരുണ്യമേ, ഇന്നെന്നും ആരാധന, അങ്ങേക്കെന്നെന്നും ആരാധന. വചനം പറയുന്നു, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. സമാധാനം തേടിയല്ലേ നമ്മുടെ യാത്ര, സമാധാനമല്ലേ നമ്മുടെ കൊതി. എന്നാൽ ദൈവമായ കർത്താവ് പറയുന്നു, ഈശോ പറയുന്നിടത്തേക്ക് പോകാൻ നീ തയ്യാറാണോ? ഈശോ നൽകിയത് എന്തുമാണെങ്കിലും, സഹനമാണെങ്കിലും വേദനയാണെങ്കിലും സന്തോഷമാണെങ്കിലും സ്വീകരിക്കുവാൻ നീ തയ്യാറാണോ? ഈശോ ആവശ്യപ്പെട്ടതൊക്കെ കൊടുക്കുവാൻ തയ്യാറാണോ? അവർക്കുള്ളതാണ് ഈ സമാധാനം. എനിക്ക് സമാധാനമില്ല എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ്. ഇന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നാം പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയം അങ്ങിൽ ഉറപ്പിച്ചാൽ സമാധാനത്തിന് തികവിൽ അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, വായ തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ കടലിലൂടെ, സമുദ്രത്തിലൂടെ കടന്നുപോയാലും അഗ്നിയിലൂടെ കടന്നുപോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധന്മാരായി തീരുവാൻ, വിശുദ്ധിയിൽ വളരാൻ, നന്മ ചെയ്യുന്നവരായി തീരുവാൻ, വിശുദ്ധിയുടെ വിതരണക്കാരായി തീരുവാൻ കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കുന്നു. ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കുന്നു, ഓരോ കുടുംബങ്ങളെയും തിരഞ്ഞെടുക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുസഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, തിരുസഭ അധികാരികളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവേ നിന്റെ കാരുണ്യത്തിന്റെ കരം, നിന്റെ നന്മയുടെ കരം നീട്ടിപ്പിടിക്കണമേ. ഇപ്പോൾ രോഗികളായ മക്കൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. കൈകൾ ഉയർത്തിക തന്നെ സ്തുതിക്കട്ടെ, സ്വരം ഉയർത്തിക തന്നെ സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വലിയ അഭിഷേകം ഈ നിമിഷം ഞങ്ങളിലെ ഭവനങ്ങളിൽ കടന്നു വരണമേ. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. വിശുദ്ധരാകുവാനുള്ള വലിയ കൃപ നൽകണമേ. കർത്താവേ, യേശുവേ, ആരാധന, ആരാധന, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഈ നിമിഷം ഞങ്ങളെ വ്യക്തി ജീവിതങ്ങളിൽ കടന്നു വരണമേ. കർത്താവേ, ആത്മാവിൽ സ്തുതിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഈ ലോകത്തിന്റെ അശുദ്ധിയിൽ പെടാതെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
തുള്ളി